പ്രിയമുള്ളവരെ, ഇന്നത്തെ നമ്മുടെ വിഷയം ഹൂ ആർ ദ സെമിറ്റിക് പീപ്പിൾ, ദി ഹമാറ്റിക് പീപ്പിൾ ആൻഡ് ദി ജാഫറ്റിക് പീപ്പിൾ. ഇതാണ് ഇന്ന് നാം ചിന്തിക്കുന്നത്. നോഹയുടെ കാലത്ത് ഉണ്ടായ മഹാപ്രളയം, ആ പ്രളയത്തിൽ ലോകത്തിലെ സകല ജനങ്ങളും നാമാവശിഷ്ടമായി എന്നാണ് ബൈബിൾ പറയുന്നത്. അന്ന് അവശേഷിച്ചിരുന്നത് നോഹയും നോഹയുടെ കുടുംബത്തിലെ അംഗങ്ങളുമായ 8 പേർ മാത്രമാണ്. അപ്പോൾ അവരിൽ നിന്നാണ് പിന്നെ ഈ ലോകത്തിൽ ജനങ്ങൾ വീണ്ടും ഉണ്ടായത് എന്നാണ് പറയുന്നത്. നോഹയ്ക്ക് 3 പുത്രന്മാരാണ് ഉണ്ടായിരുന്നതെന്ന് നമുക്കെല്ലാം അറിയാം. അതിൽ ഒരാളുടെ പേര് ഹേം, ഒരാളുടെ പേര് സാം, ആദ്യത്തെ മകൻ ഷേം, രണ്ടാമത്തെ മകൻ ഹാം, മൂന്നാമത്തെ മകൻ ജാഫത്ത്. ഇങ്ങനെ 3 പേരാണ് അദ്ദേഹത്തിന്, 3 ആൺമക്കളാണ് ഉണ്ടായിരുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഈ 3 മക്കളുടെ വംശാവലി എന്ന് പറയുന്നത് അവർ തമ്മിൽ തെറ്റിപ്പിരിഞ്ഞ് വിവിധ ദേശങ്ങളിലേക്ക് അവർ പോയി പ്രയാണം ചെയ്തു. അങ്ങനെ വിവിധ ദേശങ്ങളിൽ ചെന്ന് വിവിധ ഭാഷകൾ സംസാരിച്ചു കൊണ്ടും അവിടുത്തെ സംസ്കാരം സ്വീകരിച്ചുകൊണ്ടും അങ്ങനെ ജീവിക്കുകയാണ് ചെയ്തിരുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അപ്പോൾ ഈ പറയുന്ന വിവിധ ദേശങ്ങളിൽ വിവിധ ഭാഷകൾ സംസാരിക്കുന്ന വിവിധ വംശങ്ങളായി അവർ മാറി എന്നാണ് ചരിത്രം പറയുന്നത്. അതിൽ ഷേമിൻ്റെ മക്കളാണ് ഈ സെമിറ്റിക് പീപ്പിൾ. ഇന്ന് നാം അറിയുന്ന സെമിറ്റിക് പീപ്പിൾ എന്ന് പറയുന്നത് ഷേമിൻ്റെ മക്കളാണ്. ഹാമിൻ്റെ മക്കളാകട്ടെ ഹമാറ്റിക് പീപ്പിൾ എന്നാണ് പറഞ്ഞവരെ, ഹമാറ്റിക് പീപ്പിൾ. മറ്റേത് മൂന്നാമത്തെ ജാഫത്തിൻ്റെതിന് ജാഫറ്റിക് പീപ്പിൾ എന്ന് പറയപ്പെടുന്നു. ഇങ്ങനെ 3 വംശങ്ങളാണ് നമുക്ക് കാണാൻ കഴിയുക. ഈ സെമിറ്റിക് പീപ്പിൾ ആരൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. സെമിറ്റിക് പീപ്പിൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? അതിൽപ്പെടുന്നത് ഒന്ന് ജ്യൂസാണ്. ജ്യൂസ്, അറബ്സ്, അസീറിയൻസ്, അരാമിയൻസ് ആൻഡ് ഫോയിനീഷ്യൻസ്. ജ്യൂസ് എന്ന് പറയുന്നത് നമുക്കറിയാം, യഹൂദന്മാരാണ്. അറബ്സ് എന്ന് പറയുന്നത് അറിയാം, അറബി രാജ്യങ്ങളിൽപ്പെട്ടതായ വിവിധ ഗോത്രങ്ങളിലെ അറബി ഭാഷ സംസാരിക്കുന്ന ഒരു വംശം. മറ്റേത് അസീറിയൻസ് ആണ്, അസീറിയൻ രാജ്യത്തുള്ളതായ ജനങ്ങൾ. പിന്നെ അറാമിയൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം, യേശു ക്രിസ്തുവിൻ്റെ വംശം എന്ന് പറയുന്ന അറാമിയൻ വംശത്തിൽപ്പെട്ടതാണ് യേശു ക്രിസ്തു, അറാമിയൻ. ആൻഡ് ഫോയിനീഷ്യ വംശത്തിൽപ്പെട്ട ആൾക്കാർ. ഇതാണ് ഈ പറയുന്നതായ സെമിറ്റിക് പീപ്പിൾ എന്ന് പറയുന്ന ഇവരൊക്കെയാണ്. സെമിറ്റിക്കൽ പീപ്പിൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ജ്യൂസ്, അറബ്സ്, അസീറിയൻസ്, അറാമിയൻസ് ആൻഡ് ഫൊയിനീഷ്യൻസ്. രണ്ടാമത്തേത് ഹാമറ്റിക് പീപ്പിൾ. ഹാമറ്റിക് പീപ്പിൾ എന്ന് പറയുന്നത് എത്യോപ്യൻസ്, ഈജിപ്ഷ്യൻസ്, കനാനൈറ്റ്സ്, ഫിലിസ്റ്റൈൻസ്, ബാബിലോണിയൻസ് ആൻഡ് അതർ ആഫ്രിക്കൻസ്. അപ്പോൾ ഈ ഹമാറ്റിക് പീപ്പിൾ എന്ന് പറയുന്നത് മിക്കവാറും ഈജിപ്തിലും ആഫ്രിക്കയിലും മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു വംശമായിട്ടാണ് നമുക്കിവിടെ കാണുന്നത്. എത്യോപ്യൻസ്, ഈജിപ്ഷ്യൻസ്, കനാനൈറ്റ്സ്, ഫിലിസ്റ്റൈൻസ്, ബാബിലോണിയൻസ് ആൻഡ് അതർ ആഫ്രിക്കൻസ്. ഇനി മൂന്നാമത്തത് ദി ജാഫറ്റിക് പീപ്പിൾ, മൂന്നാമത്തെ മകനായ ജാഫത്തിൻ്റെ മക്കൾ. ദ മേഡ്സ്, MEDES, മേഡ്സ്, ഗ്രീക്സ്, Cypriots, the Caucasian people of Europe and of Northern Asia Orientals. അപ്പോൾ ഈ ജാഫറ്റിക് പീപ്പിൾ എന്ന് പറയുന്നത് ഒന്നവർ മേഡ് വംശജർ, ഗ്രീക്സ് വംശജർ, സൈപ്രസ് ഇതുമായി ബന്ധപ്പെട്ട ജനങ്ങൾ, പിന്നെ കൊക്കേഷ്യൻസ് എന്നറിയപ്പെടുന്ന യൂറോപ്യൻ വംശജർ, യൂറോപ്പിലെ ജനങ്ങൾ, പിന്നെ നോർത്ത് ഏഷ്യ, വടക്കൻ ഏഷ്യ ഭാഗത്തുള്ളതായ
കുറച്ച് ജനങ്ങൾ, ഇവരൊക്കെയാണ് ഈ ജാഫറ്റിക് പീപ്പിൾ എന്ന് പറയപ്പെടുന്ന വംശങ്ങൾ. അപ്പോൾ നോഹയുടെ കാലത്തിന് ശേഷം പുതിയ വംശം ഈ ലോകത്തിൽ അങ്ങനെയാണ് സംജാതമായിട്ടുള്ളത്. എന്നെ കേട്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി, നമസ്കാരം.